അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ജേണൽ കിറ്റ് അൺബോക്സിംഗ് ആണ് കേട്ടോ. ഇത് നല്ല ക്യൂട്ട് ഒരു പിങ്ക് കളറാണ്. ഇതിൻ്റെ തീം ഒരു സ്വീറ്റ് തീമാണ്. ഇത് ഞാൻ വാങ്ങിയത് ഡൈക്കറ്റ് സ്മാർട്ടിൽ നിന്നാണ്. മുമ്പത്തെ ലോങ് വീഡിയോസ് ചെക്ക് ചെയ്തവർക്കാണെങ്കിൽ മനസ്സിലായി കാണും. അപ്പം ഇതിൻ്റെ അൺബോക്സിംഗ് ആണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. ജേണൽ കിറ്റിന് കുറേ പാറ്റേൺസ് അറിയാമല്ലോ. അപ്പം ഈ ഒരു പാറ്റേൺ വാങ്ങണം എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ തവണ എന്തായാലും ഇത് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് തന്നെ ഇതിലൊരു A6 ഗ്രിഡഡ് ബുക്ക് വരുന്നുണ്ട്. നല്ല രസമാണ് കേട്ടോ ഈ ബുക്കിൻ്റെ കവർ കാണാനും ഉള്ളിലെ ഭാഗമൊക്കെ കാണാനും. ഇതുപോലെ ഈ ഒരു പുറത്തെ കവർ മാറ്റി കഴിയുമ്പോൾ നല്ല രസമുള്ളൊരു പേജ് വരും. പിന്നെ വേറെ ഒരു ഫസ്റ്റ് ഒരു പിങ്ക് പേജാണ്. ബാക്കിയൊക്കെ ഗ്രിഡഡ് ആയിട്ടുള്ള ലൈൻസാണ്. കുറേ പേജസ് ഇതിലുണ്ട് കേട്ടോ. ഏകദേശം ഒരു 1 ഇയറിനുള്ള ജേണലുണ്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു പാറ്റേൺ ആണ് കേട്ടോ ഇത്. ഇതിൽ റൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ പാറ്റേൺ എന്തായാലും വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു പാറ്റേൺ നല്ലതാണ്. അടുത്തത് ഇതുപോലത്തെ സ്റ്റാമ്പ്സ് ആണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ഇത് കൂട്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതുപോലെ കുറേ ഉണ്ട്. പിന്നെ എനിക്ക് തോന്നിയ കാര്യമാണ് കേട്ടോ, ബാക്കിയെല്ലാ ജേണൽ കിറ്റിനും ഒരു സ്പെസിഫിക് തീം ഉണ്ടാവുമല്ലോ. ഇതിനും സ്പെസിഫിക് ആയിട്ടുള്ള തീമൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൽ കുറച്ചുകൂടി ഒരു പേസ്റ്റൽ കളേഴ്സായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഇതിലിങ്ങനെ ബ്ലൂ കളർ, പിങ്ക് കളർ അങ്ങനെ എല്ലാം ഉണ്ട്. കൂടുതലും പിങ്കാണ്, എന്നാലും കുറച്ചുകൂടി ഒരു മൾട്ടി ആയിട്ട് ഫീൽ ചെയ്തു. അല്ലാത്ത തീംസൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ കൂടുതലും ആ ഒരു തീം തന്നെ ആയിരിക്കുമല്ലോ വരിക. അതാണ് കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഒരു ഐറ്റമാണ് ടു ഡു ലിസ്റ്റ്. ഇതൊന്നും ഇല്ലാതെ ജേണൽ കുറവാണ്. ഈ ടു ഡു ലിസ്റ്റിൻ്റെ പാറ്റേൺ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് നല്ല ടൈറ്റ് ആയിട്ടിരുന്നുകൊണ്ടാണ് ഞാനിങ്ങനെ ഇത് ഡാമേജ് ഒന്നും ആവാതെ പതുക്കെ ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ. നല്ല കട്ടിയുണ്ട് ആ നോട്ട്ബുക്കിൻ്റെ പേജസ് ആണെങ്കിലും. നോട്ട്ബുക്കല്ല കേട്ടോ, ജേണൽ ബുക്ക്. അപ്പോൾ അതിൻ്റെ പേജസ് ആണെങ്കിലും ഇതിൻ്റെ പേജസ് ആണെങ്കിലും നല്ലതായിട്ട് തിക്കായിട്ടുള്ള പേജസ് ആണ്. കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇത് ടു ഡു ലിസ്റ്റാണ്. പിന്നെ അടുത്തതൊരു മൾട്ടി കളർ പോലെയാണ് കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ടുള്ളത്. നല്ല രസമുണ്ട്. അതിലൊരു തോട്ടോ എഴുതിയിട്ടുണ്ട്. അടുത്തത് ഒരു ചെക്ക് ലിസ്റ്റാണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ യൂസ് ചെയ്യാം. നല്ല രസമുണ്ടായിരുന്നു ഇത് കാണാനായിട്ട്. അങ്ങനെ 3 ടൈപ്പ് ലിസ്റ്റാണ് കേട്ടോ ഇതിലുള്ളത്. അടുത്തതായിട്ടുള്ളത് ഇതിലുള്ള എല്ലാ കിറ്റിലും ഉള്ളത് 2 വാഷി ടേപ്പാണല്ലോ. അപ്പം ഇതിലും 2 പാറ്റേണുള്ള വാഷി ടേപ്പ് ഉണ്ട്. രണ്ടും നല്ലൊരു ഗ്ലേസിങ് ഒക്കെ ഉള്ളൊരു നൈസ് മെറ്റീരിയൽ ആണ് കേട്ടോ. ഒരെണ്ണം പ്ലെയിനായിട്ട് പിങ്ക് കളറും, മറ്റേത് കുറച്ചുകൂടി ഒരു വേറെ ടൈപ്പാണ്. നമ്മുടെ മറ്റേ ഒരു ടു ഡു ലിസ്റ്റ് ഞാൻ കാണിച്ചില്ലേ, അതിലുള്ളൊരു പാറ്റേൺ ആണ് കേട്ടോ. പിന്നെ ഇതാണ് കലണ്ടർ സ്റ്റിക്കേഴ്സ്. ഇതെല്ലാ ഡേറ്റിലുള്ളതും ഇതിനകത്തുണ്ട്. അതും ചിലത് നല്ല കോഡ്സൊക്കെ ഉള്ളതാണ് കേട്ടോ. നല്ല ഭംഗിയാണിത് കാണാൻ വേണ്ടിയിട്ട്. ചിലത് നമ്പറായിട്ടും ഫ്ലവറായിട്ടും ഒക്കെ ഉണ്ട്. അത് ഏകദേശം കറക്റ്റ് എണ്ണം ഉണ്ട്, കുറേ എണ്ണം ഉണ്ട് കേട്ടോ. ഇതുപോലെ എല്ലാം ഞാൻ കാണിക്കുന്നില്ല. പിന്നെ അത് തിരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ ഐറ്റംസും ഞാൻ നോക്കിയത് മാറ്റി മാറ്റി വെക്കാം കേട്ടോ. പിന്നെ ഇത് രണ്ടും നല്ല മെയിൻ ആയിട്ടാണ് കേട്ടോ. ഇത് നമുക്ക് ജടലിലൊട്ടിക്കാം, ലെറ്ററായിട്ടൊക്കെ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. നല്ല ക്യൂട്ടാണ് കേട്ടോ അത് കാണാനായിട്ട്. ഒരെണ്ണം ഒരു പിങ്കും പിന്നെ ഒരെണ്ണം ഒരു ബ്ലൂ കളറുമാണ്. എല്ലാം ഒരു പേസ്റ്റൽ കളേഴ്സ് വൈബാണ് കേട്ടോ. പിന്നെ ഇത് മൊത്തം മറ്റേ ടിയർ ചെയ്തെടുക്കുന്ന കൂട്ട് സ്റ്റാമ്പ്സ് ആണ്. അത് ഇങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. ഇതുപോലത്തെ നല്ല സ്വീറ്റ്സിൻ്റെ തീമും അങ്ങനെ പേസ്റ്റൽ കളേഴ്സിലും അങ്ങനെ പല ഷെയ്ഡൊക്കെ കണ്ടോ, അതുപോലത്തെ ടൈപ്പാണ് ഇത് മൊത്തം. പിന്നെ ഇതുപോലത്തെ മിനി പാറ്റേൺ പേപ്പറാണ്. മിനി പാറ്റേൺ പേപ്പർ എന്ന് പറയാവുന്ന അറിയില്ല, ഇതിൻ്റെ പേര് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു തീമാണ്. ഇതിലെ ആ ബ്ലോസം എഴുതിയതാണ് എൻ്റെ ഫേവറേറ്റ്. ഇത് കുറേ ഉണ്ട് കേട്ടോ. എന്തായാലും ഇതിലെ ബുക്ക് കുറച്ചുകൂടെ ചെറുതാണല്ലോ. എല്ലാ കിറ്റിലെയും ബുക്കും ചെറുതായിരിക്കും. അപ്പോൾ വേറെ ജേണൽ ബുക്കൊക്കെ സെപ്പറേറ്റ് വാങ്ങിയതൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അതിലൊക്കെ ഇത് ഫുള്ളായിട്ട് ഒട്ടിക്കാം. അല്ലാതെയും ഒട്ടിക്കാം കേട്ടോ. അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്താൽ മതി താഴേന്ന്. പിന്നെ മൊത്തം സ്റ്റിക്കേഴ്സാണ്. കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ട്. നൈസായിട്ടുള്ള സ്റ്റിക്കേഴ്സും ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കേഴ്സും ഉണ്ട്. ഇതുപോലത്തെ കോട്ട്സും റൗണ്ട്സും പിന്നെ ചെറിയ ചെറിയ ബ്ലോക്സ് പോലത്തേതും നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ കുറേ റൗണ്ട് ആയിട്ടുള്ളതും. പിന്നെ ലാസ്റ്റ് കണ്ടോ നല്ല ക്യൂബ് പോലത്തെ നല്ല രസമുള്ള സ്റ്റിക്കറായിരുന്നു, ടുലിപ്സൊക്കെ ഉള്ളത്. അങ്ങനെ എല്ലാം നല്ല നല്ല സ്റ്റിക്കേഴ്സാണ് കേട്ടോ. പിന്നെ കുറച്ചുകൂടെ സാധനങ്ങളേ ഉള്ളൂ കാണിക്കാൻ വേണ്ടിയിട്ട്. ഇത് മൊത്തം പാറ്റേൺ പേപ്പേഴ്സാണ് കേട്ടോ. ഇതിൽ ഡിസൈൻസൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല ഭംഗിയുണ്ട്. ഈ ഫ്ലവർ എനിക്ക് എന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിനെല്ലാം നല്ല കട്ടിയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇഷ്ടമുള്ള രീതിയിലൊക്കെ കട്ട് ചെയ്തൊട്ടിക്കാനും നല്ല ഫ്രണ്ട്ലി ആണ്. അങ്ങനെ ചുമ്മാ ഡാമേജ് ആവുമൊന്നുമില്ല. പിന്നെ ലാസ്റ്റ് വൺ ഇതുപോലത്തെ സ്ക്രാപ്പ് ബുക്കിംഗ് പേപ്പേഴ്സാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ യൂസ് ചെയ്യാം. ഇത് കണ്ടോ, ഇതിൻ്റെ എല്ലാ പാറ്റേൺസും ഞാൻ കാണിക്കുന്നുണ്ട്. ഇതിന് ഏറ്റവും കട്ടി ഇതിനാന്ന് തോന്നുന്നു. നല്ല തിക്കാണ് കേട്ടോ ഇത്. എന്തായാലും എല്ലാ ഐറ്റംസും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസ് അൺബോക്സിങ് നോക്കുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ എന്തായാലും കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ധൈര്യമായിട്ട് വാങ്ങാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ മറക്കണ്ട കേട്ടോ. അപ്പോൾ ബൈ ബൈ.